ഹായ് എവരി വൺ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. ഓക്കെ, ഈ ചോദ്യം വന്നിരിക്കുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നിന്നാണ്. അപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിവിടെ നമ്മൾ ലെബനിറ്റ്സ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണിത്. നമുക്ക് നോക്കാം. എസ് എന്ന് പറയുന്ന സെറ്റ് -1 to ഇൻഫിനിറ്റി ആണ്. എഫ് ഫ്രം എസ് ടു ആർ ആണ്. ഓക്കെ, ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദർ ഇസ് എ ബിഗ് ഇൻ്റഗ്രേഷൻ. ഇതൊരു വലിയ ലെങ്തി ആയിട്ട് തന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഇൻ്റഗ്രേഷൻ തന്നു. പി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മളോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി വാല്യൂസ് ഓഫ് എക്സ് വേർ എഫ് ഓഫ് എക്സ് അറ്റൈൻസ് ലോക്കൽ മാക്സിമം ഓൺ എസ്. അതുപോലെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി വാല്യൂസ് ഓഫ് എക്സ് വേർ എഫ് ഓഫ് എക്സ് അറ്റൈൻസ് ദി മിനിമ ഓൺ എസ്. ദെൻ ദ ക്വസ്റ്റ്യൻ ദേ ആസ്ക്ഡ് ഈസ് വാട്ട് ഈസ് പി സ്ക്വയർ പ്ലസ് 2q എന്നാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ആദ്യം മാക്സിമം മിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ ഡിഫറൻസിയേഷനിലേക്ക് പോകണം. അപ്പം ഞാൻ ഈ എഫ് ഓഫ് എക്സിനെ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെബനിറ്റ്സ് റൂൾ എന്നുള്ളത് അറിയണം. നമ്മൾ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള എക്സ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു? അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള എക്സ് കൊണ്ടുപോയിട്ട് എല്ലാ ടീകൾക്കും നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? എവറി ടീക്ക് നമ്മൾ അപ്പർ ലിമിറ്റ് എക്സ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അപ്പർ ലിമിറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. മൈനസ് എല്ലാ എക്സുകൾക്കും ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ലോവർ ലിമിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ലോവർ ലിമിറ്റ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ അതിന് ഡെറിവേറ്റീവ് 0 ആയി പോകും. അപ്പോൾ നമ്മൾ ലോവർ ലിമിറ്റിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. ഓക്കെ, എഫ് ഡാഷ് എക്സ് ഈക്വൾ ടു ഞാൻ എല്ലാ ടീകൾക്കും എക്സ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ വരിക? ഇ റേസ് ടു എക്സ് -1 ദ ഹോൾ പവർ ഈസ് 11. പിന്നെ വരുന്നത് 2x - 1 ദ ഹോൾ പവർ ഈസ് 5. പിന്നെ x - 2 ദ ഹോൾ പവർ ഈസ് 7. ദെൻ x - 3 ദ ഹോൾ പവർ ഈസ് 12. ദെൻ 2x - 10 ദ ഹോൾ പവർ ഈസ് 61. കഴിഞ്ഞു. എഫ് ഡാഷ് എക്സ് 0 ആകുക എന്ന് പറഞ്ഞതിനർത്ഥം ഓരോ ഫാക്ടറിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇ റേസ് ടു എക്സ് -1 0 ആകുക എന്ന് പറഞ്ഞാൽ എക്സ് മസ്റ്റ് ബി എന്താണ്? 0. കാര്യം ഇ റേസ് ടു 0 1 ആണ്. 1 എന്ന് 1 കുറയ്ക്കുമ്പോൾ 0. ഇപ്പോൾ എക്സ് ഈക്വൽ ടു 0 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. പിന്നെ എക്സ് ഈക്വൽ ടു എന്ത് വരും? 1/2 വരും. എക്സ് ഈക്വൽ ടു 2 വരും. എക്സ് ഈക്വൽ ടു 3 വരും. എക്സ് ഈക്വൽ ടു 5 വരും. ഇത്രയും ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്പർ ലൈനിൽ വരച്ച് കാണിക്കുകയാണ്. ശ്രദ്ധിച്ചോളൂ, ഇത്രയും ക്രിട്ടിക്കൽ പോയിന്റിനെ ഒരു നമ്പർ ലൈനിൽ വരച്ച് കാണിക്കുകയാണ് കേട്ടോ. ലിസൺ. ക്രിട്ടിക്കൽ പോയിന്റിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 0 അല്ലേ? 0 ആണ്. അപ്പം ഞാൻ ആദ്യം 0 മാർക്ക് ചെയ്തു. പിന്നെ മാർക്ക് ചെയ്യുന്നത് 1/2 ആണ്. ഓക്കെ, പിന്നെ മാർക്ക് ചെയ്യുന്നത് 1/2 ആണ്. അതിനുശേഷമുള്ള നമ്പർ 2 ആണ്. ദെൻ 3 ആണ്. ദെൻ 5 ആണ്. ഓക്കെ, ഇനി ഞാൻ ഇങ്ങേ അറ്റത്ത് നിന്ന് പ്ലസ് തുടങ്ങുകയാണ്. പ്ലസ് ഇട്ടു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, 5 എന്ന് പറയുന്ന നമ്പർ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? 5 എന്ന് പറയുന്ന നമ്പർ വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇതിൻ്റെ പവർ ഓഡാണ് അല്ലേ? 61 ഈസ് ദി ഓഡ്. അപ്പോൾ സൈൻ ചേഞ്ച് വരും. 3 വന്നിരിക്കുന്നത് ഇവിടെയാണ്. എവിടെ നിന്നാണ് 3 വന്നിരിക്കുന്നത്? ഇവിടെ നിന്നാണ് 3 വന്നിരിക്കുന്നത്. അതിൻ്റെ പവർ 12 ഈവൻ ആണ്. നോ സൈൻ ചേഞ്ച്. അപ്പോൾ മൈനസ് തന്നെ ഇടണം. പിന്നെ 2 വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ്. പവർ ഓഡാണ്. അപ്പോൾ സൈൻ ചേഞ്ച്. 1/2 വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ്. പവർ ഓഡാണ്. സൈൻ ചേഞ്ച്. 0 വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഓഡാണ്. അപ്പോൾ സൈൻ ചേഞ്ച്. ഓക്കെ, അപ്പോൾ പ്ലസ് മൈനസ് പ്ലസ്, പിന്നെന്താണ്? മൈനസ് മൈനസ് പ്ലസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം പ്ലസ് നിന്ന് മൈനസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ എന്തുണ്ടാവുക? ഇവിടെ നിങ്ങൾക്ക് മാക്സിമം ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് മിനിമം ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് വരുന്നത് നോ സൈൻ ചേഞ്ച്. ഇറ്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഇവിടെ -2 പ്ലസ് ആണ്. മിനിമം ഉണ്ടാവും. അപ്പം മിനിമം വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് നോക്കുക, മാക്സിമം വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് നോക്കുക. ഞാൻ മാക്സിമം വരുന്ന സ്ഥലം മാത്രം ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ 2 സ്ഥലങ്ങളാണ് മാക്സിമം വരുന്നത്. 2 സ്ഥലങ്ങൾ മിനിമം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി വാല്യൂസ് ഓഫ് എക്സ് വേർ എഫ് ഓഫ് എക്സ് അറ്റൈൻസ് ഇറ്റ്സ് മാക്സിമം എന്നാണ്, ലോക്കൽ മാക്സിമം എന്നാണ്. അപ്പോൾ പി എന്ന് പറയുന്ന നമ്പർ ഇത്രയേ ഉള്ളൂ. പി എന്ന് പറഞ്ഞാൽ മാക്സിമം അറ്റൈൻ ചെയ്യുന്നതാണ്. ഒന്ന് 0 ആണ്, പിന്നെ ഒന്ന് 2 ആണ്. അപ്പോൾ അതിൻ്റെ സം ഓഫ് ദി സ്ക്വയർ ആണ്. അപ്പോൾ 0² + 2² = 4 ആണ്. ഇനി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ദി സ്ക്വയേഴ്സ് തന്നെയല്ലേ? ക്യൂ ഈസ് എന്താണ്? ക്യൂ ഈസ് ഈക്വൽ ടു സം ഓഫ് ദി വാല്യൂസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. സം ഓഫ് ദി വാല്യൂസ് ഓഫ് എക്സ് വേർ എഫ് ഓഫ് എക്സ് അറ്റൈൻസ് ലോക്കൽ മിനിമ. അപ്പം മിനിമം വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഒന്ന് ഇവിടെയുണ്ട്, ഒന്ന് എവിടെ മിനിമം വരുന്നത്? യെസ്, 5 ഉണ്ട്. അപ്പോൾ നമുക്ക് വരുന്നത് 1/2 + 5 ആണ് അല്ലേ? 1/2 + 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 11/2 എന്നാണ് കിട്ടുക. സോ ദാറ്റ് ഈസ് 11/2. ഇറ്റ് ഈസ് ക്യൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് P² + 2q ആണ്. ഇതിൻ്റെ ഫൈനൽ ആൻസർ ഇതാണ്. P² + 2q എന്ന് പറയുന്നത് P² നമുക്ക് 4 എന്ന് കിട്ടിയിട്ടുണ്ട്. സോറി, P4 ആണ്. P² എന്ന് പറഞ്ഞാൽ 16 വരും.
16 പ്ലസ് 2 ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ 11/2 ആണ്. ഇത് കട്ട് ചെയ്ത് 16 പ്ലസ് 11 എന്ന് പറയുമ്പോഴത്തേക്കും 27 ആണ് ആൻസർ വരിക. സോ വാട്ട് ഈസ് ദി ആൻസർ? ദിസ് ആൻസർ ഈസ് ഗോയിങ് ടു ബി 27 ആണ്. വളരെ സിമ്പിൾ അല്ലേ? എളുപ്പത്തിൽ ചെയ്യാവുന്ന ചോദ്യമാണ്. അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതിൻ്റെ സയൻസ് സ്കീം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. വേവി കർവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, താങ്ക് യു.